ത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കർത്താവിന്റെ വചനത്തിൽ നിന്നും പ്രധാനപ്പെട്ട ബ്ലഡ് കവനന്റിനെ പറ്റി പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും രോഗസൗഖ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയും നാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ. ആര് ദൈവവചനം സംസാരിച്ചാലും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അധരങ്ങളിൽ നിന്ന് ഇറ്റുവീഴുന്ന വചനങ്ങളാണ് നമ്മുടെ കർണപിടങ്ങളിലേക്ക് പതിക്കുന്നതെന്നുള്ള വിശ്വാസത്തോടും ചിന്തയോടും കൂടെ നാം വചനം മുമ്പാകെ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവം കേൾക്കുന്ന വചനത്താൽ വിശ്വസിക്കുന്ന വചനത്തിന്റെ മേൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ദിവസം നാം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ പറ്റി നാം അതിന്റെ ആദ്യ ഭാഗം പഠിക്കുവാനായിട്ടിടയായി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാം അധ്യായത്തിൽ നിന്നാണ് നാം ആദ്യം തുടക്കം ഇട്ടത്. This is my blood of the new covenant that is shed for many for the remission of their sin. ഇത് പുതിയ നിയമത്തിനായിട്ടുള്ള എൻ്റെ രക്തം, അനേകർക്ക് വേണ്ടി അവരുടെ പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ എൻ്റെ രക്തം എന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷം 26-ന്റെ 28-ൽ പറയുന്നു. Why there is blood for a new covenant? അപ്പോൾ ഒരു ന്യൂ കവനന്റിന് ചൊരിയപ്പെടുന്ന രക്തം ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തുടങ്ങുന്നത്. പുതിയ നിയമത്തിന്റെ, പുതിയ കവനന്റിന്റെ രക്തം ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തുടങ്ങുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ പലപ്പോഴും പല ദിവസവും അനേക ദിവസങ്ങളിലും നമ്മൾ സമയം കിട്ടുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ഐ ആം എ ബെനിഫിഷ്യറി ഓഫ് ദ ന്യൂ കവനന്റ് ഡീഡ്. ഞാൻ ആ ന്യൂ കവനന്റ് ഡീഡിന്റെ ബെനിഫിഷ്യറി ആണ്. നാം വിശ്വസിക്കുന്നവരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ന്യൂ കവനന്റ് ഡീഡിന്റെ ബെനിഫിഷ്യറിയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല ഗോത്രവർഗക്കാര്, പല വിഭാഗങ്ങള്, പല മതവിഭാഗങ്ങള് കവനന്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കവനന്റ് എന്നുള്ള ഹീബ്രു പദത്തിന്റെ അർത്ഥം കട്ട് ചെയ്യുക, മേക്ക് ആൻ ഇൻസിഷൻ, മുറിവുണ്ടാക്കുക, രക്തം ഒഴുകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കട്ട് ദ കവനന്റ് എന്നാണ് അതുകൊണ്ട് പറയുന്നത്. രണ്ട് ഗോത്രവർഗക്കാര്, ശക്തരായവരും ബലഹീനരായതും ശക്തരായവരുമായ രണ്ട് ഗോത്രവർഗക്കാർ തമ്മിൽ ഒരു ബ്ലഡ് കവനന്റിലേക്ക് ഏർപ്പെടുമ്പോൾ അവര് രണ്ട് കൂട്ടര്, അതിന്റെ നേതാക്കന്മാര് രണ്ട് കൂട്ടർ, അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് രണ്ട് കൂട്ടർ അടുത്ത് വരും. ഇതിനെ ബേസ് ചെയ്തല്ല നമ്മൾ ബൈബിള് പഠിക്കുന്നത്. ബൈബിളിലുള്ള ബ്ലഡ് കവനന്റിനെ ബേസ് ചെയ്ത് അനേക വ്യതിയാനങ്ങളോടുകൂടിയാണ് ഇന്നും പല വിഭാഗങ്ങളും പല ജാതീയ വിഭാഗങ്ങളും ഇന്ന് ബ്ലഡ് കവനന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും പരിചയമുള്ള, നാം ഇന്ന് ജീവിക്കുന്ന കാലത്ത് പരിചയമുള്ള ചില ബ്ലഡ് കവനന്റിനെ പറ്റി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് വ്യക്തികള്, രണ്ട് ഗോത്രത്തിന്റെ റെപ്രസെന്റേറ്റീവ് കടന്നു വന്ന് അവരുടെ കരങ്ങളിൽ മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്നുള്ള രക്തം അവരുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന വൈനിന്റെ കപ്പിനകത്തേക്ക് ഒഴിച്ച് അത് മിക്സ് ചെയ്യും. രണ്ടുപേരുടെയും ബ്ലഡ് മിക്സ് ചെയ്തിട്ട് ഇവര് രണ്ടുപേരും ഈ ബ്ലഡ് കുടിക്കും. ആ കപ്പിൽ നിന്ന് പപ്പാതി ഇവർ രണ്ടു കൂട്ടരും ബ്ലഡും വൈനും കൂടെ മിക്സ് ചെയ്ത് കുടിക്കും. ബ്ലഡ് കുടിക്കണമെന്നൊന്നും ബൈബിളില് എങ്ങും പറയുന്നില്ല.
നമുക്ക് അത് തുടർന്ന് ന്യൂ കവനന്റിലേക്ക് വരുമ്പോഴായിട്ട് കാണാം. ബ്ലഡ് കുടിക്കരുതെന്നാണ് വാസ്തവത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലഡ് അങ്ങനെ രണ്ടു കൂട്ടരും കുടിക്കുന്നു. രണ്ടു കൂട്ടരും ചേർന്ന്, രണ്ട് സമൂഹങ്ങളും ചേർന്ന് ഒരു വലിയ വിരുന്നൊരുക്കിയിട്ട് അവര് ഭക്ഷിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. പുരോഹിതന്മാരും അവരവരുടെ വിഭാഗത്തിൽപ്പെടുന്ന പുരോഹിതന്മാരും അവരവരുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം കൂടെ കടന്നു വരുന്നത്. അതിനുശേഷം അവർ വൃക്ഷം നട്ടുപിടിപ്പിക്കും. വൃക്ഷം നട്ടുപിടിപ്പിക്കുവാൻ സാഹചര്യമില്ലാത്ത ഇടത്താണ് എങ്കിൽ അവര് ഒരു കൂട്ടം കല്ലെടുത്ത് കൂമ്പാരമായി കൂട്ടി അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ ഈ വൈനും രക്തവും ചേർന്ന ആ മിശ്രിതം അതിൽ അല്പം ഒഴിക്കുകയോ ചെയ്യുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ കവനന്റിലുള്ള കണ്ടീഷൻസ് പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരെ ബ്ലഡ് ബ്രദേഴ്സ് എന്നാണ് പിന്നീട് പറയപ്പെടുന്നത്. പരസ്പരം അതിനുശേഷം ഇവർ സമ്മാനദാനങ്ങൾ കൈമാറും. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനദാനങ്ങൾ കൈമാറുന്നതിന്റെ അർത്ഥം ഇനിയും ഏതൊരു എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഋതുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ട് ലോത്തും അവനോട് കൂടെ പോയി. മതി. അപ്പോൾ നീ നിന്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുകയാണ്. ഇവിടെ ഉടമ്പടിയുടെ ആദ്യ ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. ഈ ഉടമ്പടി പിന്നീട് തുടർന്ന് വരുന്ന അധ്യായങ്ങളിലൊക്കെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അബ്രഹാമിന്റെ മക്കളായ ഇസ്ഹാക്കിനോടും ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിനോടും ഒക്കെ ഈ ഉടമ്പടി പിന്നീട് ദൈവം ഉറപ്പിക്കുന്നതും നമുക്ക് കാണാം. ഇവിടെ അബ്രഹാമിനോട് പറയാം, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കാൻ പോകുക, അവിടോട്ട് നീ വിട്ടു പുറപ്പെടുക. വിട്ട് പുറപ്പെടുക എന്നുള്ളത് മാത്രമേ അബ്രഹാം ചെയ്യാനുള്ള ജോലിയുള്ളൂ. ഈ കവനന്റിന്റെ ആരംഭ ഭാഗത്തിൽ അബ്രഹാം ചെയ്യാനുള്ള ജോലിയുള്ളൂ. ഇനിയും 3 ഭാഗമായിട്ട് അബ്രഹാമിക ഉടമ്പടി, ഏബ്രഹാമിക് കവനന്റിനെ നമ്മൾ തിരിച്ചാൽ, ഒന്നാമത്തെ ഭാഗം അതിന്റെ ബിഗിനിങ് ഓഫ് ദ കവനന്റ്. ദൈവം ഉടമ്പടി കൊടുക്കുകയാണ്, ഉടമ്പടിയുടെ വ്യവസ്ഥകളെ കണ്ടീഷൻസ് പറയുകയാണ്. അൺകണ്ടീഷണൽ ആണ് ഈ കവനന്റ്. ദൈവം എന്ത് ചെയ്യുമെന്ന് പറയുകയാണ്. ഈ കവനന്റ്, ഏബ്രഹാമിക് കവനന്റ് is an unconditional covenant. There is no binding upon Abraham. അബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നോടൊപ്പം എൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് വിശ്വസിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമേ അബ്രഹാം ചെയ്യാനുള്ളൂ. ന്യൂ കവനന്റ് നമ്മളോട് ദൈവം ചെയ്തിട്ടുള്ള, യേശുക്രിസ്തു മുഖാന്തരം ചെയ്തിട്ടുള്ള ന്യൂ കവനന്റും അൺകണ്ടീഷണൽ കവനന്റ് ആണ്. ആമോസിന്റെ പുസ്തകം
പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, 2 പേർ ഒത്തൊരുമിച്ചിട്ടല്ലാതെ അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുമോ? ഇത് മാത്രമാ കർത്താവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നോട് കൂടെ നിനക്ക് യാത്ര ചെയ്യാമോ? എന്നോട് കൂടെ നിനക്ക് യാത്ര ചെയ്യാമോ? ന്യൂ കവനന്റാ ഞാൻ പറയുന്നത്. എന്നോട് കൂടെ നിനക്ക് യാത്ര ചെയ്യാമോ? ഐ വിൽ ബ്ലസ് യു. എല്ലാ നിലകളിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഐ വിൽ പ്രൊട്ടക്ട് യു. എല്ലാ നിലകളിലും നിന്നെ ഞാൻ സംരക്ഷിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ നിനക്ക് തരും. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തന്ന് ഒരു അപ്പന്റെ ഹൃദയത്തോടു കൂടി നമ്മെ നടത്താമെന്നാണ് പറയുന്നത്. ആമോസ് 3:3 അത് പറയുന്നത്. ക്യാൻ ടു വാക്ക് ടുഗെദർ അൺലെസ് ദേ എഗ്രി. ഒരാള് ഡാലസിലോട്ട് പോകുന്നു, ഒരാള് ന്യൂയോർക്കിലോട്ട് പോകുന്നു. ഭർത്താവ് ന്യൂയോർക്കിലോട്ട് പോകുന്നു, ഭാര്യ പറഞ്ഞു ഞാൻ ഡാലസിലോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം ഒന്നല്ല, അവരുടെ പർപ്പസ് ഒന്നല്ല. അവർക്കൊരുമിച്ച് പ്ലാൻ ചെയ്ത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ഒന്നീ 2 പേരും ന്യൂയോർക്കിന് പോകണം, അല്ലെങ്കിൽ 2 പേരും ഡാലസിന് പോകണം. അപ്പോ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുവെങ്കിൽ മാത്രമേ ഒരുമിച്ച് പോകുവാൻ സാധിക്കത്തുള്ളൂ. വിവാഹ ജീവിതവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹ ജീവിതവും ഇറ്റ്സ് എ കവനന്റ്. മോർ ഓവർ ഇറ്റ്സ് എ ബ്ലഡ് കവനന്റ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മാർവലസ്. ഞാന് ആദ്യമായിട്ടാണ് ഇത് ഞാൻ അറിയുന്നത് തന്നെ. കാരണം എന്നോട് ആരും പറഞ്ഞില്ല, ഞാനൊരു പുസ്തകത്തിലും വായിച്ചില്ല. ബട്ട് ഐ റെഡ് ദ ബൈബിൾ ആൻഡ് ഹോളി സ്പിരിറ്റ് റിവീൽഡ് ഓർ ഹി ഇല്ലൂമിനേറ്റഡ് മൈ തോട്ട്സ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലഡ് കവനന്റ്. അതൊരു ഉടമ്പടിയാണ്, ദൈവം തന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ഇറ്റ്സ് എ ബ്ലഡ് കവനന്റ്. അത് നമുക്ക് പിന്നീട് നോക്കാം. എനിവേ, ന്യൂ ടെസ്റ്റമെന്റിലെ ന്യൂ കവനന്റ് എന്ന് പറയുന്നത് കർത്താവ് ആകെപ്പാടെ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമുള്ളൂ. വിശ്വസിച്ച് ക്യാൻ യു വാക്ക് വിത്ത് മീ? എന്നോടൊപ്പം നിനക്ക് യാത്ര ചെയ്യാമോ? നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. നിന്റെ ജീവിതത്തിന്റെ പർപ്പസിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. നിന്റെ ഡെസ്റ്റിനിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. നീ ആഗ്രഹിക്കുന്ന നന്മകളെ ഞാൻ നിനക്ക് തരാം. ഒരു അപ്പന്റെ ഹൃദയത്തോടു കൂടി ഞാൻ നിന്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. വിൽ യു വാക്ക് വിത്ത് മീ? ഇതാ കർത്താവ് നമ്മളോട് ന്യൂ കവനന്റിൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന നമ്മളോട് കർത്താവിന് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. വിൽ യു വാക്ക് വിത്ത് മീ? എന്നെ കൂടെ നടക്കാൻ പറ്റുമോ? ഒരപ്പന്റെ ഹൃദയത്തോടു കൂടി ഞാൻ നിന്റെ കൂടെ വരാം. അപ്പന്റെ ഹൃദയം എന്താണ് ഒരു അപ്പന്റെ ഹൃദയം? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും മാതാപിതാക്കളാണ്. അപ്പന്റെ ഹൃദയം എന്താണ്? അമ്മയുടെ ഹൃദയം എന്താണ്? മകന് ദൂരേക്ക് പോയിട്ട് വരാൻ പറഞ്ഞ സമയത്ത് വരാൻ താമസിച്ചാൽ അപ്പന്റെ ഹൃദയം എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പറയണ്ട. അമ്മയുടെ ഹൃദയം എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പറയണ്ട. അപ്പന്റെ സ്നേഹം എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അമ്മയുടെ ഹൃദയം എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. അവര് തെറ്റ് ചെയ്താൽ അവരെ ഉടനെ നമ്മൾ ഇവിടുന്ന് പുറത്താക്കി കളയുകയല്ല, വിളിച്ചിറക്കിക്കൊണ്ട് മഴയത്ത് നിർത്തുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഹൃദയം, അപ്പന്റെ ഹൃദയം എന്താണെന്ന് ഇവിടെ മാതാപിതാക്കളായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഈ ഒരു അപ്പന്റെ ഹൃദയത്തോടുകൂടി നമ്മളോടൊപ്പം യാത്ര ചെയ്യുവാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ അത് ഒത്തിരി അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കളയും, ഒരുപാട് അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കളയും. അതായത് സാൽവേഷൻ എന്നുള്ളതിനെ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിക്കളയും. ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, can you walk with me? എന്റെ കൂടെ ഒന്ന് നടക്കാമോ? എന്റെ കൂടെ ഒന്ന് നടക്കാമോ? വേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം, വേണ്ടതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ഓരോ ദിവസവും ഓരോ സമയങ്ങളിലും വേണ്ടതിൽ കൂടെ നിന്നെ നടത്തിക്കൊള്ളാം. അബ്രഹാമിന് കവനന്റിന്റെ 3 ഭാഗം, ദ ബിഗിനിങ് ഓഫ് ദ കവനന്റ്. അബ്രഹാമിന് ഉടമ്പടി കൊടുത്തു. 2, കട്ട് ദ കവനന്റ്. ഇത് ശ്രദ്ധിക്കണം. 2, കട്ടിങ് ഓഫ് ദ കവനന്റ്. കവനന്റ് കട്ട് ചെയ്യുകയാണ്. 3, അതിന്റെ കംപ്ലീഷൻ അല്ലെങ്കിൽ പെർഫെക്ഷൻ ഓഫ് ദ കവനന്റ്.
how Abraham completes the covenant. 3 ഭാഗം: the beginning of the covenant, cutting the covenant, and completion of the covenant from Abraham. ഇതൊരു 3 കാര്യമായിട്ട് നമുക്ക് തരംതിരിച്ച് അതിലേക്ക് നോക്കാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 3 വരെ പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എല്ലാം ഐ വിൽ ബ്ലസ് യു. ഞാൻ അനുഗ്രഹിക്കും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് അൺകണ്ടീഷണലാണ്. 2, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ ഐ വിൽ make you a great nation. ഞാൻ നിന്റെ പേർ വലുതാക്കും. I will make your name great. I will. പിന്നെ I will bless. You will be a blessing. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ എവിടെ ചെന്നാലും നീ ഒരു അനുഗ്രഹമായിരിക്കും. പറയട്ടെ, ന്യൂ കവനന്റിലേക്ക് വന്ന നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് നമ്മൾ നമ്മളോട് വിശ്വസിക്കണം. നമ്മളോട് തന്നെ പറയണം. അല്ലാതെ നമ്മൾ പലപ്പോഴും പറയുന്നത്, പലപ്പോഴും നമ്മളാരും പറയത്തില്ല, പലപ്പോഴും വിശ്വാസികൾ പറയുന്നത് പട പേടിച്ച് പന്തളത്തി എന്ന് പറയുന്നത് നമുക്കുണ്ടോ ആ സ്വഭാവം? പന്തവും കൊളുത്തിക്കൊണ്ട് പട ഇങ്ങോട്ടല്ലേ എന്ന് പറയുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റായിട്ടൊരു കാര്യം വന്നു ഭവിച്ചാൽ, നെഗറ്റീവായിട്ടൊരു കാര്യം വന്നു ഭവിച്ചാൽ ഉടനെ നമ്മൾ അതാണോ പറയുന്നത്? നമ്മൾ ഏതാ വിശ്വസിക്കുന്നത്? നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഈ കരങ്ങള് അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളാണ്. നിങ്ങൾ തൊടുന്നത്, ഈ കരം ഉപയോഗിച്ച് തൊടുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെടും. തൊടുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. തൊടുന്ന വസ്തുക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ചവിട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ന്യൂ കവനന്റിലെ പ്രോമിസ് ആയതൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അബ്രഹാമിനോട് പറഞ്ഞു, ഐ വിൽ ബ്ലസ് ദോസ് ഹു ബ്ലസ് യു. നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ, നിന്നെ ഫൈനാൻഷ്യലി ആരെങ്കിലും അനുഗ്രഹിച്ചാൽ, മറ്റുള്ളവരുടെ സമയം കൊണ്ട്, മറ്റുള്ളവരുടെ എനർജി കൊണ്ട്, മറ്റുള്ളവരുടെ ഒരു സഹായ ഹസ്തം നിന്റെ നേരെ നീട്ടിയാൽ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നേരമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ന്യൂ കവനന്റിലേക്ക് വന്ന ആളുകളാണ്. നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ അവരെ ദൈവം ശപിക്കും. അനുഭവമില്ലേ? ജോലി സ്ഥലത്ത് അനുഭവമില്ലേ? മറ്റുള്ള സ്ഥലങ്ങളിൽ അനുഭവമില്ലേ? നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികള് പലപ്പോഴും പിന്നീട് അവിടെ കാണത്തില്ല. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികള്, അത് മറ്റു വ്യക്തികളിൽ കൂടി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികള് ദൈവം ഡീൽ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് നമ്മുടെ നന്മ കണ്ടിട്ടല്ല, നമ്മൾ ഒത്തിരി നല്ലവരായിട്ടല്ല, നമ്മൾ വലിയ വിശുദ്ധന്മാരായിട്ടല്ല, മറിച്ച് we are involved in the covenant. We entered into the covenant, into the new covenant. അബ്രഹാമിനോട് പറഞ്ഞു, I will bless those who bless you. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ആരനുഗ്രഹിക്കും? ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ആര് ശപിക്കും? ഞാൻ ശപിക്കും. എല്ലാം ഇവിടെ പറയുന്നത് ഞാൻ ചെയ്യുമെന്നാ പറയുന്നത്. പിന്നീട് ആ കവനന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ഒടുവിലത്തെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരിക. നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇൻ യു all the families of the earth shall be blessed. In you all the families of the earth shall be blessed. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഇനിയും അപ്പസ്തോലനായ പൗലോസ് ഈ എബ്രഹാമിനോട് ചെയ്ത കവനന്റ് ഉൽപ്പത്തി 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച ശേഷം അപ്പസ്തോലനായ പൗലോസ് പരിശുദ്ധാത്മാവ് നിറവിൽ നിന്നുകൊണ്ട് ഗലാത്യ ലേഖനം 3:8 നമുക്ക് വായിക്കാം. അവിടെ ആ 3:8 എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ?
അത് സുവിശേഷമാ. നിന്നിൽ ഭൂമിയിലെ, വായിച്ചാട്ടെ, സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അബ്രഹാമിനോട് പഴയ നിയമത്തിൽ സുവിശേഷം പറഞ്ഞെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് സുവിശേഷമാണ് എന്ന കാര്യം മുൻകൂട്ടി അബ്രഹാമിനോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷത്തിന്റെ ഉടമസ്ഥാവകാശം ഇന്ന് നമുക്ക് ആ കവനന്റിലേക്ക് നമ്മളായിന്ന് വന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ കവനന്റിലേക്ക്, ന്യൂ കവനന്റിലേക്ക് ഇന്ന് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരുമാണ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ് അത് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അബ്രഹാമിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മകനായ യാക്കോബിന്റെ മകനായ ഇസഹാക്കിന്റെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനായ അങ്ങനെ വന്ന് ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന വ്യാഖ്യാനമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ കൊടുത്തത്. ഇതാണ് സുവിശേഷം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി മാത്യു 1:1 അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. അതുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ അബ്രഹാമിന്റെ കവനന്റിൽ നിന്നാണ്. അതായത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് അബ്രഹാമിനോട് ചെയ്ത കവനന്റിൽ വന്ന അവസാനത്തെ ക്ലോസ് ആണ്. ദാറ്റ് ഈസ് എ ഫ്ലോവിങ് ഇൻടു ദ ന്യൂ കവനന്റ്. അത് ന്യൂ കവനന്റിലേക്ക് ഒഴുകുന്ന ഒരൊഴുക്കാണ് ആ ക്ലോസ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിൽ കൂടി ആ യേശുക്രിസ്തുവിന്റെ മക്കളായി തീർന്ന നമ്മിൽ കൂടി ഭൂമിയിലെ സകല വംശങ്ങളും യേശുവിനെ കേൾക്കണം. അതായിരിക്കണം നമ്മുടെ ഗോള്. അങ്ങനെ ഈ യേശുവിനെ കേൾക്കുമ്പോൾ നാം യേശുവിനോട്, മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയുന്നത് എന്താണ്? നിങ്ങൾ ശപിക്കപ്പെട്ടവരാകുമെന്നല്ല, നിങ്ങളെ കർത്താവ് നരകത്തിൽ പിടിച്ചിടുമെന്നല്ല, നിങ്ങളെ ഇപ്പോ കർത്താവ് ശിക്ഷിക്കും, നിങ്ങൾ ഇന്നത് ചെയ്തില്ലേ കർത്താവ് ശിക്ഷിക്കും, നിങ്ങൾ ഇന്നത് ചെയ്തില്ലേ കർത്താവ് നിന്റെ തലമുറകളെ അടിക്കും എന്ന് പറയാനല്ല പറഞ്ഞത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ യേശുവിനെ പറ്റി പറയുമ്പോൾ അനുഗ്രഹമാ പറയേണ്ടത് എന്നാ ഇവിടെ പറയുന്നത്. അങ്ങനെ യേശു നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വന്നവനാണ് എന്നാണ് മറ്റുള്ളവരോട് നമ്മൾ പറയേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് കൊടുത്ത കവനന്റിന്റെ ഭാഗഭാക്കുകളാണ് ന്യൂ കവനന്റിന് ഭാഗഭാക്കുകളായ നമ്മൾ ഓരോരുത്തരും. അബ്രഹാമിന് കൊടുത്ത കവനന്റിന്റെ ബാക്കി ഭാഗമാണ്, അതിന്റെ കംപ്ലീഷനാണ് ന്യൂ കവനന്റ്. അപ്പോൾ അബ്രഹാമിന്റെ കൊടുത്ത കവനന്റാ ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അതിന്റെ പെർഫെക്ഷൻ അല്ലെ അതിന്റെ കംപ്ലീഷനിലേക്ക് വന്നതാണ് ന്യൂ കവനന്റ്. ന്യൂ കവനന്റിന്റെ ഭാഗഭാക്കുകളായ നമ്മൾ ഓരോരുത്തരും യേശുവിൽ കൂടി മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം എന്ന് വിളിച്ചു പറയുന്ന ആ സദ്വർത്തമാനം, സുവിശേഷം അബ്രഹാമിന്റെ കവനന്റിന്റെ ഉടമ്പടിയാണ്, ന്യൂ കവനന്റിന്റെ ഉടമ്പടിയാണ്. ഇനിയും ആദ്യത്തെ ഭാഗം ബിഗിനിങ് ഓഫ് ദ ഏബ്രഹാമിക് കവനന്റ് ഇത്രയും ഉടമ്പടിയുടെ ഭാഗമാണ്. ഇനി ബിഗിനിങ് ഓഫ് ദ ഏബ്രഹാമിക് കവനന്റ്, അബ്രഹാം ഈ കവനന്റിലേക്ക് പ്രവേശിച്ച ഉടനെ, ഒരു കുടുംബത്തിലേക്ക് പ്രവേശിച്ച ഉടനെ, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അബ്രഹാമിന്റെ പേര് മാറ്റി പുതിയ കുടുംബത്തിലേക്ക് വന്നു. സാറായുടെ പേര് മാറ്റി പുതിയ കുടുംബത്തിലേക്ക് വന്നു. ആദ്യം
First, there was a name change. പുതിയ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ at the beginning God changed their names. Abram become Abraham, Prince of God. Sarai become Sarah, Princess of God. ദൈവത്തിന്റെ പ്രിൻസ്, ദൈവത്തിന്റെ പ്രിൻസസ് രണ്ടുപേർക്കും പുതിയ കുടുംബത്തിലേക്ക് വന്നപ്പോൾ പേര് ചേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, പല ഇൻഫർമേഷന്, പല വിഷയങ്ങളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. വാസ്തവത്തിൽ ആദമിനെ സൃഷ്ടിച്ച് ഒരു പക്ഷേ അനേക നാളുകൾക്ക് ശേഷം, അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഹൗവയെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1-ാം അധ്യായം, 2-ാം അധ്യായം, 5-ാം അധ്യായം, ഇത് ഒന്ന് ശ്രദ്ധിച്ച് ഒന്നിലധികം തവണ വായിക്കുമെങ്കിൽ നമുക്കത് മനസ്സിലാകും. ആദമിനെ സൃഷ്ടിച്ച് അനേക വർഷങ്ങൾക്ക് ശേഷം, എത്രയൊന്നും നമുക്കറിയത്തില്ല, അതിനുശേഷം ഹൗവയെ സൃഷ്ടിച്ചു. കാരണം ആദമിന്റെ ഉള്ളിൽ, ആദമിനെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ട്, ആണും പെണ്ണുമായിട്ടല്ല സൃഷ്ടിച്ചത്. ഒരു മനുഷ്യൻ, അവനിൽ ഹൗവ ഉണ്ടായിരുന്നു, ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ. പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ല, ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ. അവനിൽ ആദമും ഹൗവയും ഒരുമിച്ചടങ്ങിയിരുന്നു. ഭൂമിയുടെ സൃഷ്ടിപ്പ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഏദൻ തോട്ടത്തിന്റെ സൃഷ്ടിപ്പ് വേറൊരു ഭാഗം. ഏദൻ തോട്ടം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല ഉണ്ടാക്കിയത്, ആണോ? അല്ല. ഏദൻ തോട്ടം ദൈവം നട്ടുണ്ടാക്കിയെന്നാണ് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നട്ടു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നട്ട് ഒരുപാട് സമയമെടുക്കും. നട്ട് ഉണ്ടാക്കാൻ എത്ര നാളെടുക്കുമെന്ന് അറിയത്തില്ല, ഒരുപാട് സമയമെടുത്തു. ഗാഡ് പ്ലാന്റഡ് എ ഗാർഡൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറയുകയല്ല, എന്നാൽ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറയുക, നക്ഷത്രങ്ങളും സൂര്യചന്ദ്രനും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പറയുക, ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുക. ഏദൻ തോട്ടം നട്ട ഉണ്ടാക്കി. അപ്പൊ ആദമുണ്ട് അവിടെ, ഹൗവ അവിടെ ഇല്ല. എന്നിട്ട് എഴുതിയിരിക്കുന്നു, ആദമിനെ തോട്ടം കാക്കുവാൻ ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി. ഹൗവ ഇല്ല, ഹൗവയുടെ പിക്ചർ കാണാനില്ല. 1-ാം അധ്യായം വായിക്കുമ്പോൾ അതൊരു സമ്മറിയാണ്, ഈ സൃഷ്ടിപ്പിന്റെ ഒരു സമ്മറി മാത്രം. അവിടെ ഹൗവയുടെ സൃഷ്ടിപ്പ് വരുന്നില്ല. 2-ാം അധ്യായം മുതലാണ് ഡീറ്റെയിൽഡ് ഓഫ് ക്രിയേഷൻ പറയുന്നത്. അപ്പോൾ ആദം മാത്രമേ ഉള്ളൂ ഏദൻ തോട്ടത്തിൽ. എത്ര നാളുണ്ടായിരുന്നു അറിയത്തില്ല. അതിനുശേഷം ദൈവം ഒരു അനസ്തീഷ്യ കൊടുത്തു. ആദമിൽ നിന്ന് സ്ത്രീയെ വേർതിരിച്ചെടുക്കുക. അപ്പൊ ഒരു മനുഷ്യൻ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നു. വേർതിരിച്ചെടുക്കുക. വേർതിരിച്ചെടുത്ത് ഇവർ 2 പേരായി കഴിഞ്ഞപ്പോഴും ദൈവം അവരെ വിളിച്ചത് എന്താണെന്നറിയാമോ? 5-ാം അധ്യായം ആഡം എന്നാ വിളിച്ചത്. ആഡം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമാണ് അർത്ഥം. ദൈവം ആദാമിനെ വിളിച്ചതും ഹൗവയെ വിളിച്ചതും ആഡം എന്നാ വിളിച്ചത്. പിന്നെ ആരാ ഈവെന്ന് വിളിച്ചത്? ആദമാണ് സ്ത്രീക്ക് ഹൗവ അല്ലെങ്കിൽ ഈവ് എന്ന് പേരിട്ട് 5-ാം അധ്യായത്തിൽ. ദൈവം ഇവരെ 2 പേരെയും ആഡം എന്ന അല്ലെങ്കിൽ മനുഷ്യൻ എന്നാ വിളിച്ചത്. ആദാമിന്റെ കുടുംബത്തിലേക്ക് സ്ത്രീ കടന്നു വന്നപ്പോൾ ആദാം ഒരു നെയിം ചേഞ്ച് നടത്തി. അവളെ ഹൗവ, ഈവ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ അബ്രഹാമും സാറായും, അബ്രഹാം ആൻഡ് സാറായി ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ കവനന്റിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവം ഒരു നെയിം ചേഞ്ച് കൊടുത്തു.
അബ്രഹാമിന് അബ്രഹാമും സാറായിക്ക് സാറ, പ്രിൻസ് ഓഫ് ഗോഡ് ആൻഡ് പ്രിൻസസ് ഓഫ് ഗോഡ് എന്ന് ദൈവം അവർക്ക് നെയിം ചേഞ്ച് കൊടുത്തു. This is the beginning of the covenant. Now let us go to the cutting of the covenant, cut of the covenant or cutting of the covenant. അത് കഴിഞ്ഞ് പെർഫെക്ഷൻ ഓഫ് ദ കവനന്റ് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നമുക്ക് 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കും. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് യഹോവ അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നുവെന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തെന്നതിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടിൻകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കും വരെ വെച്ച് പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു എന്ന് ആ ദേശക്കാരെ സേവിക്കുകയും അവൻ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവൻ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമേന്യരുടെ ആക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ കവനന്റ് കട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞു 3 ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു. ബിഗിനിങ് ഓഫ് ദ കവനന്റ്, നെയിം ചേഞ്ച് വന്നു, പിന്നെ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. 2 ഇനിയും 2ാമത്തെ ഭാഗം കട്ട് ഓഫ് ദ കവനന്റ്, കട്ട് ചെയ്യുക, കവനന്റ് കട്ട് ചെയ്യുന്നു. 3ാമത്തെ ഭാഗം അതിന്റെ പെർഫെക്ഷനിലെ കംപ്ലീഷൻ ഓഫ് ദ കവനന്റ് ഫ്രം ഏബ്രഹാംസ് പാർട്ട്. ഇവിടെ എങ്ങനെയാണ് കവനന്റ് കട്ട് ചെയ്യാൻ പോകുക? നമ്മൾ ഗോത്രവർഗക്കാരുടെ ചരിത്രം പറഞ്ഞു, ബ്ലഡ് കവനന്റ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ കവനന്റ് കട്ട് ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ ഒരു പശുക്കിടാവിനെയും കോലാട്ടുകൊറ്റനെയും ഒരു ആട്ടിൻകുട്ടിയെയും, അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു, കുറുപ്രാവിനെയും, ടോട്ടിൽ ആൻഡ് പിജൻ, ഇത്രയും ഇതിനെ കൊണ്ടുവന്ന് 3 കൂട്ടം മൃഗങ്ങളും 2 കൂട്ടം പക്ഷികളും ഇതിനെ കൊണ്ടുവന്ന് അത് എനിക്ക് പകരം, ദൈവത്തിന് പകരം, ദൈവത്തിന്റെ ഭാഗം അബ്രഹാമിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തുടങ്ങുന്നു. ദൈവത്തിന്റെ 2 ഗോത്രവർഗക്കാർ ഓർക്കുക, ദൈവത്തിന്റെ പകരമായിട്ട് ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന്, പക്ഷികളെ കൊണ്ടുവന്ന് അതിനെ പിളർന്ന് വെക്കുക. അബ്രഹാം മൃഗങ്ങളെ കൊണ്ടുവന്നു, പക്ഷിയെ കൊണ്ടുവന്നു, അതിനെ പിളർന്നു. പക്ഷിയെ മുഴുവൻ പിളർന്നില്ല. കാരണം ലേവ്യ പുസ്തകം പിന്നീട് വായിക്കുമ്പം പക്ഷിയെ മുഴുവൻ പിളരേണ്ട ആവശ്യമില്ല. അതിനെ മുറിച്ച് അങ്ങനെ കീറിയാൽ മാത്രം മതി. പക്ഷിയെ പിളരേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പല യാഗങ്ങളും ലേവ്യ പുസ്തകത്തിൽ നമ്മൾ പഠിക്കാനും വായിക്കാനും പഠിക്കുവാനും നമുക്ക് സാധിക്കും. അബ്രഹാം ഇതിനെയെല്ലാം 2 കഷ്ണങ്ങളായിട്ട് ഇതിനെയെല്ലാം ദൈവത്തിന്റെ സ്ഥാനത്ത് ഈ മൃഗങ്ങളെല്ലാം
അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക. രണ്ട് ഭാഗത്തായിട്ട് മൃഗങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. They were bleeding. രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരാട്, പശുക്കിടാവ്, ഒരുപാട് രക്തമുണ്ട്. ആ രക്തം അങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോ ഇനി എന്തോ സംഭവിച്ചെന്നറിയാമോ? ഒരു പാർട്ടി ആ മറു സൈഡിൽ നിന്ന് there comes a smoking furnace. ഒരു സ്മോക്കിംഗ് ഫർണസ് ഇങ്ങോട്ട് വരുന്നു. രക്തത്തിൽ കൂടെ നടന്ന് ഒരു സ്മോക്കിംഗ് ഫർണസ് ഇങ്ങോട്ട് വരും. അല്ലെ, എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്? മറുവശം ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒരു ഒത്തവയെ പിളർന്നു. പാങ്ങളെ നേർക്കുനേരെ വെച്ച് പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗ്രാലനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും. അവൻ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഞാനൊന്ന് നോക്കിക്കോട്ടെ. അവിടെ സ്മോക്കിംഗ് ഫർണസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. Okay, verse 17. And it came to pass when the sun, 17ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിച്ചിട്ട് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ഓക്കെ, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു എ സ്മോക്കിംഗ് ഫർണസ്. അപ്പോൾ ഒരു സ്മോക്കിംഗ് ഫർണസ് അവിടെ നിന്ന് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരിക. മൃഗങ്ങളുടെ നടുവിൽ കൂടി രക്തത്തിൽ ചവിട്ടി രക്തത്തിന്റെ പുറത്തു കൂടി നടന്നൊരു സ്മോക്കിംഗ് ഫർണസ് ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ അങ്ങോട്ട് ഒരു ബേണിംഗ് ടോർച്ച്, അങ്ങോട്ട് മറ്റൊരു തീപ്പന്തം. 2 തീപ്പന്തം എന്ന് നമുക്ക് എടുക്കാം. 2 തീപ്പന്തങ്ങള് ഈ രക്തത്തിന്റെ നടുവിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. കവനന്റ് ചെയ്യാൻ പോവാ രണ്ടുപേരും തമ്മിൽ ഇവിടെ കവനന്റ് ചെയ്യാൻ പോകാണ്. രക്തമുണ്ട്. ദൈവത്തിന് പകരം ഈ മൃഗങ്ങളെ അറുത്തു വെച്ചിരിക്കുകയാണ്. രക്തമുണ്ട്. 2 പേര് തമ്മിൽ കവനന്റ് ചെയ്യാൻ പോകാണ്. ഏബ്രഹാമിക് കവനന്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് വേർ ഈസ് ഏബ്രഹാം? ചോദ്യം, എവിടെ അബ്രഹാം എവിടെ? അപ്പോൾ ഒരു സ്മോക്കിംഗ് ഫർണസ് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് ഒരു ബേണിംഗ് ടോർച്ച്, 2 തീപ്പന്തങ്ങൾ ഈ മൃഗങ്ങളുടെ നടുവേ പിളർന്നു വെച്ചിരിക്കുന്ന ഈ മൃഗങ്ങളുടെ നടുവേ കടന്നുപോയി കവനന്റ് ചെയ്യുക. രക്തത്തിൽ നിന്നുകൊണ്ട് ബ്ലഡ് കവനന്റ് ചെയ്യുകയാണ്. അവിടെ നിന്നുകൊണ്ട് അതിന്റെ മധ്യഭാഗത്ത് വന്ന ഈ ബേണിംഗ്, ഈ 2 തീപ്പന്തങ്ങളും നിന്നുകൊണ്ട് ഉടമ്പടി ചെയ്യുക. തീയ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണിക്കുന്നത് ദൈവത്തെയാണ്. 2 തീപ്പന്തങ്ങൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോയി രക്തത്തിന്റെ നടുവിൽ കൂടി കടന്നുപോയി. ഈ സമയത്ത് ഉടമ്പടി ചെയ്യേണ്ട ഉടമ്പടിയുടെ ബെനഫിഷ്യറി എന്താണ്? എന്ത് ചെയ്യുക എന്നറിയാമോ? ദൈവം ഈ സമയത്ത് അബ്രഹാമിനൊരു ഗാഢ നിദ്ര വരും. അബ്രഹാം ഒരു ഡീപ് സ്ലീപ്പിലേക്ക് അങ്ങ് പോയി. ദൈവം അബ്രഹാമിനൊരു അങ്ങ് അനസ്തറ്റൈസ് ചെയ്തു. നല്ലതായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവവും കൂടെ
അല്ലെങ്കിൽ ദൈവം ദൈവത്തോട് തന്നെ ഉടമ്പടി ചെയ്യുക, അല്ലെങ്കിൽ ദൈവവും യേശു ക്രിസ്തുവുമായിട്ട് ഇവിടെ ഉടമ്പടി ചെയ്യുക. രക്തവളപ്പിൽ നിന്നുകൊണ്ട്, രക്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉടമ്പടി ചെയ്യുക. ഇത് തന്നെയാ പുതിയ നിയമം, ഇത് തന്നെയാ ന്യൂ കവനന്റും. നമ്മൾ അവിടേക്ക് വരുമ്പോൾ അത് പഠിക്കും. രക്തത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. ഉടമ്പടിക്കാരൻ എന്തിയെ? ഉടമ്പടിയുടെ ബെനിഫിഷ്യറി എന്തിയെ? ഗാഠനിദ്രയിലാണ്. അദ്ദേഹത്തിന് വേണ്ടിയായി ഉടമ്പടി ചെയ്യുന്നത്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ഈ ആളെന്തിയെ? ആള് ഉറങ്ങിക്കിടക്കുക. നമ്മളൊക്കെ ഉറങ്ങാനാ പഠിക്കേണ്ടത്. ന്യൂ കവനന്റിലേക്ക് വന്ന ആളുകളായ നമ്മളൊക്കെ, വിശ്വാസികളായ നമ്മളൊക്കെ ഉറങ്ങാനാ പഠിക്കേണ്ടത്. ഉറങ്ങാന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം റെസ്റ്റ് എടുക്കാൻ, വറി ഫ്രീ, ഒന്നിനെക്കുറിച്ചും ആകുല ചിന്തകൾ കൂടാതെ ദൈവത്തോട് തന്നെ ചെയ്ത ഉടമ്പടിയാണ് ന്യൂ കവനന്റ്. നമ്മൾ പോയി കിടന്നുറങ്ങണം, റെസ്റ്റ് എടുക്കണം. നമ്മളെ യാതൊന്നിനെ പറ്റിയും ഭാരപ്പെടണ്ട. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ പറ്റിയും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. യാതൊന്നിനെ പറ്റിയും വിചാരപ്പെടണ്ട, നാളെയെ പറ്റി വിചാരപ്പെടണ്ട. എന്റെ കൂടെ, ക്യാൻ യു വാക്ക് ടുഗദർ വിത്ത് മീ, എന്റെ കൂടെ നടന്നാൽ മാത്രം മതി എന്ന ഉടമ്പടിയുടെ സംക്ഷിപ്ത രൂപം. അബ്രഹാം ഉറങ്ങിക്കിടക്കുക, ഇവിടെ നടുക്ക് നിന്ന് രണ്ടുപേര് ഉടമ്പടി ചെയ്യുക. അബ്രഹാമിനെ അനുഗ്രഹിക്കാമെന്ന് ഉടമ്പടി ചെയ്യുക, അബ്രഹാമിന്റെ പേര് വലുതാക്കാമെന്ന് ഉടമ്പടി ചെയ്യുക, അബ്രഹാം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഉടമ്പടി ചെയ്യുക, അബ്രഹാമിൽ നിന്നൊരു വലിയ ജാതിയെ സൃഷ്ടിച്ചെടുക്കുമെന്ന് ഉടമ്പടി ചെയ്യുക, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് ഉടമ്പടി ചെയ്യുക, അബ്രഹാമിനെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരാകുമെന്ന് ഉടമ്പടി ചെയ്യുക, അബ്രഹാമിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും 8 ബില്യൺ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉടമ്പടി ചെയ്യുക. ഇവിടെ ഹല്ലേലൂയ. ഒരാൾ ഉറങ്ങിക്കിടക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇതാ ചെയ്യേണ്ടത്. വാസ്തവത്തില് we need to take complete rest, sabbatical rest in Christ Jesus. യേശു, ദൈവത്തോട് തന്നെ, ദൈവവും യേശുവും കൂടെ ഉടമ്പടി ചെയ്തു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്മൾ ആരെങ്കിലും ഈ വേദന അനുഭവിച്ചോ? ക്രൂശിൽ കയറിയ ആ വേദന നമ്മൾ അനുഭവിച്ചോ? അവൻ പെർഫെക്റ്റ് ആയിട്ടൊരു ജീവിതം നയിച്ചപ്പോൾ അവന്റെ നേരെ ലോകം മുഴുവന്, ജനം മുഴുവന് അവന്റെ നേരെ കല്ലെറിഞ്ഞത്, അവന്റെ നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്, അവന്റെ നേരെ അപവാദങ്ങൾ തൊടുത്തുവിട്ടത് നമ്മൾ ആരെങ്കിലും അനുഭവിച്ചോ? അവൻ പെർഫെക്റ്റ് ആയിട്ട് അതിപരിശുദ്ധമായ ഒരു ജീവിതമാണ് നയിച്ചത്. ആർക്കു വേണ്ടി? ഉറങ്ങിക്കിടക്കുന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിരിക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഹല്ലേലൂയ. This is new covenant is. This is the unconditional new covenant is. This is the unconditional Abrahamic covenant was. ഇതാണ് അൺകണ്ടീഷണൽ കവനന്റ്. എന്തുകൊണ്ട് അൺകണ്ടീഷണൽ നിന്നെ വിളിക്കുന്നു? കാരണം ഉടമ്പടി, കവനന്റ് കട്ട് ചെയ്തപ്പോൾ ബെനിഫിഷ്യറി ഉറങ്ങിക്കിടക്കുകയാണ്. ദൈവവുമായിട്ട് രക്തത്തിന്റെ നടുവിൽ നിന്ന്, രക്തമിറ്റിറ്റ് വീഴുന്ന മൃഗങ്ങളുടെ നടുവിൽ നിന്ന് ഉടമ്പടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇനിയും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഇനി ഉടമ്പടി പൂർത്തീകരിക്കുന്നത് എങ്ങനെ? അത് ഞാൻ ഓടിച്ചെന്ന് പറയാം. മറ്റൊരു വിഷയം സംസാരിക്കാനുള്ളതുകൊണ്ട് മൂന്നാമത്തെ ഭാഗമായ, ഒന്നാമത്തെ ഭാഗം ബിഗിനിങ് ഓഫ് ദ കവനന്റ്. ഈ കണ്ടീഷൻസും എല്ലാം പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കുമെന്നെല്ലാം പറഞ്ഞ ശേഷം കർത്താവ് നെയിം ചേഞ്ച് ചെയ്തു, പേര് മാറ്റി. പുതിയ കുടുംബത്തിലേക്ക് അവരെ ആനയിച്ചു, പേര് മാറ്റി. ആഡം സ്ത്രീക്ക് ഈവ്, ഹൗവ എന്ന് പേരിട്ടു. ആഡം തന്റെ കുടുംബത്തിലേക്ക്, തന്റെ ജീവനിലേക്ക്, തന്റെ പ്രാണനിലേക്ക് കടന്നു വന്നവൾക്ക്
ആദം പേരിട്ടു ഹവ്വ. ഹവ്വ ഹവ്വ എന്ന് അവൾക്ക് പേരിട്ടു. നെയിം ചേഞ്ച് നടത്തി. 2, കട്ട് ദ കവനന്റ് കട്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ കണ്ടു. 3, അത് അബ്രഹാം എപ്പോഴാണ് ഈ കവനന്റിലേക്ക് കടക്കുന്നതെന്ന് അറിയാമോ? അവൻ വിശ്വസിച്ച് അവൻ സർക്കംസൈസ് ചെയ്ത്, അബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് സർക്കംസൈസ് ചെയ്ത്, ആ ഭാഗത്ത് നിന്ന് ബ്ലഡ് ഊസ് ചെയ്യുമ്പോൾ, ബ്ലഡ് പുറപ്പെട്ടു വരുമ്പോൾ അബ്രഹാം ആ കവനന്റിന്റെ ഭാഗമായി തീരുക. Abraham, whenever he is ready, whenever he believes this covenant, whenever he is ready to believe the terms of this unconditional covenant, Abraham has to cut off his foreskin. ആ foreskin കട്ട് ചെയ്ത് അവൻ പരിച്ഛേദന ഏൽക്കും. പരിച്ഛേദന ഏൽക്കുമ്പോൾ in the life of Abraham, the covenant will be perfected. അവൻ കവനന്റിലായിത്തീരും. ആ കവനന്റ് പെർഫെക്റ്റ് ആയിത്തീരും. ആ കവനന്റ് അബ്രഹാമിന്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിത്തീരുക. അബ്രഹാം ആ കവനന്റ് കംപ്ലീറ്റ് ചെയ്യുക. അബ്രഹാം ആ കവനന്റിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നത്. അപ്പോൾ സർക്കംസിഷൻ ആണ് അന്ന് ഏബ്രഹാമിക് കവനന്റില് ആ ബ്ലഡ് ഒഴുകി വരുന്ന ആ ഫോർസ്കിൻ മാറ്റിക്കളയുമ്പോൾ അബ്രഹാമിന്റെ ഭാഗത്തു നിന്നും രക്തം ചൊരിഞ്ഞ് അബ്രഹാം ഈ കവനന്റിലേക്ക് പ്രവേശിച്ച് അവൻ ആ കവനന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇനിയും ഇവിടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചോദ്യം ചോദിച്ച് നിങ്ങളൊക്കെ ചിന്തിച്ചു കാണും, മെഡിറ്റേറ്റ് ചെയ്ത് കാണും എന്ന് കരുതുന്നു. ഇവിടെ അടുത്തത് പറയുന്നു, ഈ കവനന്റ് കട്ട് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ്ലി പറയുകയാണ്, വായിച്ച്, നിന്റെ സന്തതി 400 സംവത്സരം. അതൊന്ന് വായിച്ചു. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫാത്ത് നദി മഹാനദി വരെയുള്ള ഈ ദേശത്തേക്ക്. അതിനു മുമ്പാണ് നിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത് നീയോ സമാധാനത്തോടെ നിന്റെ അതിനു മുമ്പ് അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറ. അപ്പോൾ ഈ കവനന്റ് ചെയ്ത ശേഷം ദൈവം ഒരു കുരുക്ക് പണിയോടിട്ടു അവിടെ. എന്താണ് അതിന്റെ കാര്യം? നിന്റെ സന്തതി, ഈ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുക, നിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിട്ട് പോകും. നമുക്കറിയാം ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ പ്രവാസികളായി പോയ കാര്യമാണ് പറയുന്നത്. 4 തലമുറ വരെ അവിടെ അവര് താമസിക്കും. 4ാം തലമുറയെ ഞാൻ ഈ കനാൻ ദേശത്തേക്ക് മടക്കിക്കൊണ്ട് ആ പ്രവാസികളായി പാർക്കുമ്പോൾ നിന്റെ സന്തതിയെ അവര് പീഡിപ്പിക്കും. എന്നാൽ വലിയ സമ്പത്തോടുകൂടി ബഹുസമ്പന്നരായിട്ട് 4ാം തലമുറയെ ഞാൻ തിരികെ ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരും. നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കം പ്രാപിച്ച് നിന്റെ പിതാക്കന്മാരോട് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ദൈവം കൊടുത്തത്? ചിന്തിച്ചായിരുന്നു അത്?
ഞാൻ പറഞ്ഞായിരുന്നു മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്റർപ്രിറ്റേഷനും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊന്നും തൃപ്തിയായില്ല. ഒരിക്കൽ ദൈവം അത് സംസാരിച്ചു, ദൈവം അതിന്റെ അർത്ഥം വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ തൃപ്തിയായി. നമ്മൾ കണ്ടു, ആദം പാപം ചെയ്ത ശേഷം ആദമിന് അധികാരം നഷ്ടപ്പെട്ടു, ഭൂമിയുടെ മേലുള്ള അധികാരം നഷ്ടപ്പെട്ടു, പൈശാചികന്റെ കയ്യിലായി. ഭൂമിയുടെ രാജാവ്, ഭൂമിയുടെ പ്രഭു പിശാചായി മാറി. പിശാച് വരുന്നത് എന്തിന്? അവന്റെ പർപ്പസ് ഒന്നേ ഉള്ളൂ. പിശാചിന്റെ ഹിതം എന്താ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യോഹന്നാൻ 10:10. കള്ളൻ വരുന്നത് അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും. The thief comes to steal, kill and destroy. അപ്പോൾ ഭൂമിയുടെ പ്രഭുവായ പിശാചിന്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ അവന്റെ സ്വഭാവ സവിശേഷതകള് അവൻ കാണിക്കും. അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. അപ്പോ ഇന്ന് നോഹ കഴിഞ്ഞു, ഇങ്ങനെ ആദമിന്റെ മക്കള് തലമുറകൾ വന്നു. നോഹ കഴിഞ്ഞു, അബ്രഹാമായി. ഭൂമിയുടെ അധികാരി ആര്? ഇപ്പോഴും പിശാച്. ദൈവമല്ല ഭൂമിയുടെ അധികാരി. കാരണം ദൈവം ഇത് ആദമിന് കൊടുത്തത്. നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ പിന്നീട് വീണ്ടും വരും, ന്യൂ കവനന്റ് പഠിക്കുമ്പോൾ. ദൈവം ഈ അധികാരം ആദമിനെ ഏൽപ്പിച്ചത്. ദൈവത്തിന്റെ കയ്യിലല്ല അധികാരം. ആദം ചതിക്കപ്പെട്ടു, മനസ്സോടുകൂടിയ അധികാരം പിശാചിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ആ അബ്രഹാം ജീവിച്ചിരുന്ന ഈ അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ഭൂമിയുടെ പ്രഭു ആര്? പിശാച്. മനുഷ്യനല്ല, അബ്രഹാം അല്ല, ദൈവവുമല്ല. ദൈവത്തിന്റെ സൃഷ്ടിയാ ഭൂമി, ദൈവത്തിന്റെ സൃഷ്ടിയാ മനുഷ്യൻ. എന്നാൽ അധികാരം അവൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ പരീക്ഷകൻ അടുത്തു വരുമ്പോൾ അവൻ പറയുന്നു, നീ എന്നെ ഒന്ന് വീണ് എന്റെ കാലിൽ വീണ് ഒന്ന് നമസ്കരിക്കുക. ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഇതെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പിശാച് പറയുന്നു. ഇതെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ആരെ ഏൽപ്പിച്ചു? ആദം ഏൽപ്പിച്ചു. അത് തിരികെ വാങ്ങാൻ യേശുവും. ജീസസ് came on this authority issue. പാപം മോചിക്കാനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു, ശരിയാണ്. അതൊക്കെ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ കർത്താവ് വന്നത് ഈ അധികാരം തിരിച്ചു വാങ്ങാൻ. എന്നിട്ട് അധികാരം വീണ്ടും ആദമിന്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും നൽകിത്തരാൻ. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും നൽകിത്തരാൻ. സ്വർഗത്തിലും ഭൂമിയിലും കർത്താവ് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഇപ്പം കർത്താവ് പറയാം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അധികാരവും പവറും ലഭിച്ച് ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ലൂക്കോസ് 9:1 പറയുന്നു, അവൻ അവർക്ക് അധികാരവും പവറും കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ഭൂതങ്ങളെ പുറത്താക്കാനും. ഇതുവരെ ഭൂതത്തിന്റെ കയ്യിലായിരുന്നു അധികാരം. ഭൂതങ്ങളെ പുറത്താക്കാനും സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കുവാനും അവൻ അവർക്ക് അധികാരവും പവറും കൊടുത്തെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുക. അധികാരവും പവറും നൽകപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിത് തിരിച്ചറിയുക എന്നുള്ളതാണ്.
നമ്മളിത് തിരിച്ചറിയുക എന്നുള്ള, നമ്മൾ പെർഫെക്റ്റ് ആകുക എന്നുള്ളതല്ല, നമ്മളിത് തിരിച്ചറിയുക എന്നുള്ളത് അധികാരവും പവറും നമുക്ക് ഓരോരുത്തരുണ്ട്. എനിവേ, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ, അബ്രഹാമിന്റെ കാലത്ത് മനുഷ്യന്റെ കയ്യിൽ അധികാരമില്ല, ഭൂമിയുടെ പ്രഭു പിശാച. ഇപ്പൊ ദൈവം ഇവിടെ എന്താന്ന് പറയുകയാണ്, ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ വാസ്തവത്തിൽ അവിടെ ആ പക്ഷിയെ പിളർക്കാഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല, പക്ഷിയെ ആട്ടിക്കളഞ്ഞത് കൊണ്ടോ ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. മറിച്ച് അവിടുത്തെ വിഷയം ഭൂമിയുടെ പ്രഭു പിശാചാണ്. പിശാച് വരുന്നത് അറക്കാനും പിടിപ്പാനും മോഷ്ടിപ്പാനും. അപ്പോൾ ഈ നല്ല ഉടമ്പടി പറഞ്ഞപ്പോൾ അബ്രഹാമിനോട് കർത്താവ് പറയുക, നിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി പാർക്കുമെന്ന് നീ, എങ്ങനെ എഴുതിയിരിക്കുന്ന പ്രവാസികളായി പാർക്കുമെന്ന് നീ, മലയാളം? ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും എന്ന് നീ അറിഞ്ഞുകൊള്ളുക, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വാസ്തവത്തിൽ ഇത് ദൈവം അബ്രഹാമിന്റെ തലമുറയിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന, പിശാച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അബ്രഹാമിനോട് പ്രവചനം പറയുക, അബ്രഹാമിന് വാണിംഗ് കൊടുക്കുക. ദൈവമല്ല അവിടെ പണിഷ് ചെയ്തത്, നീ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. നിന്റെ സന്തതി നല്ല ഉടമ്പടിയൊക്കെ ചെയ്യുമ്പം അബ്രഹാമിനോട് പറയുക, ഒരു സംഭവം നടക്കാൻ പോകുന്നു, ഞാനല്ല ഈ ഭൂമിയുടെ പ്രഭു, അധികാരം ഞാൻ ആദമിന് കൊടുത്തു, അവരത് പിശാചിന് കൊടുത്തു. അതുകൊണ്ട് പിശാച് വന്നത് അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും, അവനായി ഭൂമിയുടെ അധികാരി. അതുകൊണ്ട് നിന്റെ സന്തതിയെ അവരുടെ അതിക്രമം നിമിത്തം അവരെ പിശാച് അവർ അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായിട്ട് 400 സംവത്സരം അന്യദേശത്തേക്ക് അവരെ പ്രവാസികളായി കൊണ്ടുപോകും. ആ അന്യദേശക്കാർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ദൈവം പണിഷ് ചെയ്യുമെന്നല്ല അവിടെ പറഞ്ഞത്. ദൈവം അല്ല അവിടെ പണിഷ് ചെയ്തത്. ദൈവം പണിഷ് ചെയ്യുന്ന ദൈവം അല്ല, പിശാചാ പണിഷ് ചെയ്തത്. പിശാചാണ് അവരെ അന്യദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോയത്. ദൈവം തന്റെ മക്കളെ അടിമകളായിട്ട് കൊണ്ടുപോകത്തില്ല, ദൈവം അവരെ വിടുവിക്കുക. അവര് നിലവിളിച്ചപ്പോ അവിടെ ഉടനെ തന്നെ ഒരു വിടുവിക്കൻ, ഒരു വിടുതലുകാരനെ, ഒരു ഡെലിവററിനെ മോശയെ അവിടെ അറേഞ്ച് ചെയ്ത് വിട്ടു. അവരെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരാനാ പറഞ്ഞല്ലേ. ദൈവം വിടുവിക്കുന്നവനാ. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിടുവിക്കുന്നവനാ. ദൈവം അടിമത്തത്തിലേക്ക് ആരെയും കൊണ്ടുപോകുന്നവനല്ല. പിശാച് കൊണ്ടുപോകുമെന്നുള്ള മുൻകൂർ പ്രവചനം, നേരത്തെ പ്രോഫസി ദൈവം അബ്രഹാമിനോട് പറയുക. പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇനിയും എന്തുവാണെന്നറിയാമോ? ഇനിയും വീണ്ടും അബ്രഹാമിന്റെ പാപം ഒന്നും അല്ല ഇതിന് കാരണം. അബ്രഹാം പ്രത്യേകിച്ച് ഒരു പാപം അവിടെ ചെയ്തില്ല. വിശ്വസിക്കാഴികയല്ല, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. അബ്രഹാമിന് എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് ഉടനെ തന്നെ 4 തലമുറകളെ ശിക്ഷിക്കുകയാണോ? തലമുറ എന്ത് ചെയ്തു? അപ്പൊ അബ്രഹാം വിശ്വസിക്കാത്തത് കൊണ്ടോ ഒന്നും അബ്രഹാമിനെ ശിക്ഷിച്ചതല്ല. കാരണം ഇതിന്റെ ഒടുവിൽ പറയുന്നു, നീ നല്ല വാർദ്ധക്യത്തിൽ മരിച്ച് അടക്കപ്പെട്ട് നിന്റെ പിതാക്കന്മാരോട് ചേർന്ന് കൊള്ളുമെന്ന് ഈ കവനന്റിലേക്ക് വന്ന് നീ അറിഞ്ഞുകൊള്ളും. അപ്പൊ ദൈവം നല്ലൊരു ഓഫറിങ്, നല്ലൊരു മരണം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം രോഗിയായിട്ടല്ല മരിച്ചത്, യാതൊരു ദീനവും വന്നല്ല അബ്രഹാം മരിച്ചത്. 175 വയസ്സിലാണ് അബ്രഹാം മരിക്കുന്നത്. നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല വാർദ്ധക്യത്തിൽ നീ മരിച്ച് നിന്റെ പിതാക്കന്മാരോട് ചേർന്ന് കൊള്ളുവെന്ന് അറിഞ്ഞുകൊള്ളാനേ പറഞ്ഞു. നല്ല ആ കവനന്റിൽ വന്ന ആ അബ്രഹാമിന് നല്ല അനുഗ്രഹമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ മാത്രം അത് പിശാച് ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമിനെ ദൈവം മുൻകൂട്ടി അറിയിച്ചത്. കാരണം ഇനിയും പിന്നെ തുടർന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇനിയും ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ദൈവം ചെയ്യാൻ പോകുന്നത്, ദൈവം പറയുക, 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ നിന്റെ മക്കളെ, നിന്റെ സന്തതിയെ പീഡിപ്പിച്ച ആ തലമുറയെ ഞാൻ ന്യായം വിധിക്കും. ന്യായം വിധിച്ചോ?
ഈജിപ്ഷ്യൻ സാമ്രാജ്യം തന്നെ തകർന്നുപോയി അല്ലെ? ആ റെഡ് സീ ക്രോസിങ്ങോടുകൂടി ഈജിപ്ഷ്യൻ ആ 10 പ്ലേഗോടുകൂടി ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ദ എംപയർ ഓഫ് ഈജിപ്റ്റ് വാസ് ഓൺ ഇറ്റ്സ് ഡിക്ലൈൻ. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ഈജിപ്ഷ്യൻ സാമ്രാജ്യം അതപ്പതിച്ച് വരിക. നിങ്ങൾക്കറിയാമോ, ആ കർത്താവ് പറഞ്ഞു, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, പിശാച് 400 സംവത്സരം നിന്റെ സന്തതിയെ അങ്ങോട്ട് വിടും, അവരവരെ പീഡിപ്പിക്കും. ഇത് പിശാച് ചെയ്യുന്നതാ. ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രഹാമിനോട് പറയുക, ആ നിന്റെ സന്തതിയെ പീഡിപ്പിച്ചവരെ ഞാൻ അവരെ ന്യായം വിധിക്കും. ഫറവോനെ ഞാൻ ന്യായം വിധിക്കും. ഞാൻ നിന്റെ സന്തതിയെ 4ാം തലമുറയിൽ ഈ ദേശത്തേക്ക് ഞാൻ മടക്കി കൊണ്ടുവരും. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു, അനേക ഈജിപ്ഷ്യൻസും യഹോവയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മിസ്രയീമ്യര് പുറപ്പെട്ടു പോന്നപ്പോൾ അവരോട് ഇങ്ങി പോരുന്നു. അനേകര് വിശ്വസിച്ചവരും ഇങ്ങി പോരുന്നു, യഹോവയിൽ വിശ്വസിച്ചവർ. അപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്നത് ഈ തലമുറയെ അവിടുന്ന് വിടുവിക്കുമെന്ന്, തലമുറയെ ഉപദ്രവിച്ചവരെ ന്യായം വിധിക്കും. ഇനിയും ന്യായം വിധിക്കുമെന്ന് മാത്രമല്ല, അവരെ ഇത്രയും നാൾ 4 തലമുറകൾ പീഡിപ്പിച്ചില്ലേ, 400 സംവത്സരം പീഡിപ്പിച്ചില്ലേ, അവരെ ബഹുസമ്പന്നരായിട്ട്, അടിമത്തത്തിൽ കിടന്നവര് വിടുവിച്ച് വരുമ്പോ ദരിദ്രരായിട്ടല്ലേ വരേണ്ടത്, അങ്ങനെ അല്ല വന്നത്. ബഹുസമ്പത്തുള്ളവരായിട്ട്, വലിയ റിച്ചായിട്ട് ദൈവം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവരിക. അതിസമ്പന്നരായിട്ട് അവര്, നമ്മള് വായിക്കുന്നു, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, പോകുന്നതിന്റെ തലേ ദിവസം 10ാം ബാധ നടന്ന ആ സമയത്ത് ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഇവര് ചെന്ന് അയൽവക്കക്കാരോടെല്ലാം ആഭരണങ്ങളും സ്വർണങ്ങളും വെള്ളിയും മറ്റ് ആടുമാടുകളും കന്നുകാലികളെയും ഒക്കെ ചോദിച്ചു. എല്ലാവരും അങ്ങ് കൊടുത്തു. എന്നാ കൊണ്ടുപോക്കോ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തന്നാ മതി, കൊണ്ടുപോക്കോ. കാരണം അവരുടെ കടിഞ്ഞൂലുകളെല്ലാം സംഹരിക്കപ്പെട്ടു. ബഹുസമ്പന്നരായി ദൈവം തന്റെ മക്കളെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയി. പാലും തേനും അവിടെ ഒഴുകുന്നതായിട്ട് എങ്ങും വേറെ എങ്ങും വായിക്കുന്നില്ല. അതിന്റെ അർത്ഥം സമ്പൽ സമൃദ്ധമായ ഒരു ദേശത്തേക്ക്, പ്രോസ്പെരിറ്റി ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശത്തേക്ക്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്ന ഒരു ദേശത്തേക്ക് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരുമെന്ന് ദൈവം താൻ ചെയ്യുന്ന കാര്യം പറയും. അപ്പോൾ ദൈവം ഇവിടെ പ്രവചനമായിട്ട് പറയുന്നത് പിശാച് ചെയ്യാൻ പോകുന്ന കാര്യവും ദൈവം ചെയ്യാൻ പോകുന്ന കാര്യവും പറയുക. അതിനുശേഷം പറയുന്നു, നിന്റെ സന്തതിക്ക് ഇന്ന ദേശങ്ങള് ഞാൻ കൈവശമാക്കി കൊടുക്കുമെന്ന് അവിടെ ഒരുപാട് ദേശക്കാരുടെ കാര്യവും പറയുന്നുണ്ട്. എന്റെ ഉള്ളിലത്തെ വാക്യത്തിൽ വായിക്കണ്ട, ഒരുപാട് ദേശക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അവര് വസിക്കുന്ന ദേശം മുഴുവൻ അവരെ അവിടുന്ന് ഉന്മൂലനാശം ചെയ്ത് നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്ക് വളരെ വേഗം നിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഇനി അവിടെ ഒരു വാക്യം പറയുന്നു, അമോര്യരുടെ അകൃത്യം. എങ്ങനെയാ അത് എഴുതിയിരിക്കുന്നത്? അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്ത്, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി നദി വരെ അതിന് മുമ്പായിരിക്കും. വേഴ്സ് 16. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമേനിയയുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്ത്. എന്താണ് ഇതിന്റെ അർത്ഥം? അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ വിടുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ആലോചിക്കുക. അമോര്യരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ വീണ്ടും ഒരു ഹിന്ദിയുടെ പറയാം. ആ ചോദ്യം, അതിന്റെ മറുപടി എന്താണ്? അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണം,
എടുക്കേണ്ട റെഫറൻസിന് വേണ്ടി ഞാൻ പറയാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6 മുതൽ 7
നിന്റെ നല്ല വചനങ്ങൾ കേൾക്കുവാൻ, നിന്റെ വചനം നല്ലതായത് കർത്താവെ, നിന്റെ നല്ല വചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഈ വചനം കേട്ടാൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. കേട്ടപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുവെന്ന്. ഞങ്ങൾ